തൃശൂരിൽ ഇത്രയും വലിയൊരു തോൽവി കെ മുരളീധരൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാകണം ഇനി തെരഞ്ഞെടുപ്പിനില്ല എന്നുള്ള പ്രഖ്യാപനം. പൊതു ജീവിതത്തിൽ നിന്ന് ഒരിടവേള എടുക്കുകയാണെന്നുകൂടി കെ മുരളീധരൻ പറഞ്ഞു വെച്ചു. കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തോടുള്ള അതൃപ്തി പരസ്യമാക്കി തന്നെയാണ് കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പ്രതികരണമെത്തിയത്. വടകരയിൽ നിന്നും തന്നെ തൃശൂരിലേക്ക് എത്തിക്കാൻ കാണിച്ച ഉത്സാഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കാട്ടിയില്ലെന്നാണ് കെ മുരളീധരൻ ഉയർത്തുന്ന പ്രധാന പ്രശ്നം. പ്രവർത്തനത്തിലെ ഏകോപനമില്ലായ്മ നേതൃത്വത്തെ അറിയിച്ചിട്ടും നടപടിയുണ്ടായില്ല. മുതിർന്ന നേതാക്കൾ തനിക്കായി തൃശൂരിൽ എത്തിയില്ലെന്ന പരാതിയും മുരളീധരനുണ്ട്. ഒരു പ്രയാസം എനിക്കുള്ള മറ്റൊന്നുമല്ല. ഇവിടെ LDF ജയിച്ചിരുന്നെങ്കിൽ എനിക്ക് ദുഃഖം ഉണ്ടാവില്ലേ. നിയമത്തെ കഷ്ടപ്പെട്ടിട്ടാണ് BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചത്. ആ സ്ഥാനത്ത് ഇവിടെ ഞാൻ മത്സരിച്ചിട്ട് പോലും അക്കൗണ്ട് തുറന്നു എന്നുള്ള ഒരു പ്രയാസം എനിക്ക്. DK ശിവകുമാർ മാത്രമാണ് തനിക്ക് പ്രചാരണത്തിനായി വന്നത്. സുരേഷ് ഗോപിക്കാകട്ടെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ പലതവണ വന്നു പോയെന്ന ദുഃഖവും മുരളീധരൻ പങ്കുവച്ചു. കോൺഗ്രസിനെ പഴിചാരുന്നുണ്ടെങ്കിലും ഒരിക്കലും പാർട്ടി വിട്ടു പോകില്ലെന്നും കോൺഗ്രസിനൊപ്പം ഉണ്ടാകുമെന്ന് പറയാനും മുരളീധരൻ മറന്നില്ല.